കരാർ കെ.എസ്.ആർ.ടി.സി ലംഘിച്ചതെന്ന് പരാതിപ്പെട്ടത് ആര്യ. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ സമൂഹമാധ്യമ പോസ്റ്റ് ആയുധമാക്കി ഗതാഗത മന്ത്രിക്ക് മറുപടി നൽകി മേയർ വി രാജേഷ്. തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരിയെന്നും നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ കെ.എസ്.ആർ.ടി.സി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നും 2024 സെപ്റ്റംബർ 7 ആര്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നുവെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. നഗരപരിധി വിട്ട് സമീപ ജില്ലയിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നുവെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച ത്രികക്ഷി കരാർ കെ.എസ്.ആർ.ടി.സി ലംഘിച്ചുവെന്ന് പരാതിപ്പെട്ടതും ആര്യ രാജേന്ദ്രൻ തന്നെയാണെന്നും അവർ തദ്ദേശ മന്ത്രിക്ക് പരാതി നൽകിയിരുന്നുവെന്നും വി രാജേഷ് പറഞ്ഞു. ഈ കരാർ നടപ്പാക്കണമെന്നാണ് ബി.ജെ.പി നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ കൗൺസിലിന്റെ ആവശ്യം. മന്ത്രി പറഞ്ഞതുപോലെ ബസ്സുകൾ ഏറ്റെടുക്കാനില്ല. ബസിന്റെ നല്ല കാലം ഓടിക്കഴിഞ്ഞു. കരാർ പ്രകാരം 113 ബസ്സുകൾ നഗരപരിധിയിൽ തന്നെ ഓടിക്കണം. ലാഭവിഹിതം കൈമാറണം. റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷനെ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇടറോഡുകളിൽ ആവശ്യത്തിന് ബസ്സുകളില്ലെന്ന കൗൺസിലർമാരുടെയും ജനങ്ങളുടെയും പരാതി പരിഗണിച്ചാണ് വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമെങ്കിലും ബസ്സുകൾ ഇതിനായി വിട്ടു നൽകണം. ഇത് സംബന്ധിച്ച് അടുത്ത കൗൺസിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. 180 പുതിയ ബസ്സുകൾ ഓടിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. അത് വാങ്ങി മറ്റിടങ്ങളിലേക്ക് ഓടിച്ചിട്ട് ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ ഓടിക്കണമെന്നും മേയർ വി രാജേഷ് പറഞ്ഞു.